നമസ്കാരം. BBC ന്യൂസിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. കഴിഞ്ഞ 45 വർഷമായി കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമായി ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം എന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി 24-25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കലണ്ടർ പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി KK പുഷ്പനാഗൻ കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൻ കുദാശയും പെരുന്നാളും 24, 25, 26 തീയതികളിൽ നടത്തും. വടപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾക്കും വിജയം. വാർത്തകൾ വിശദമായി. കഴിഞ്ഞ 45 വർഷമായി കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമായി ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജമെന്ന് ഭാരവാഹികൾ ഗവൺമെന്റ് വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കഴിഞ്ഞ 45 വർഷമായി കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമായി ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള നിശബ്ദവും നീതിപൂർണവുമായ പോരാട്ടത്തിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജമെന്ന ഭാരവാഹികൾ. അന്ന് അടിച്ചിറക്കപ്പെട്ടപ്പോൾ ഞങ്ങളുടെ അംഗങ്ങളിൽ പലർക്കും പരിക്ക്, പോലീസ് മർദ്ദനത്തിൽ പരിക്കേൽക്കുകയുണ്ടായി. അതുപോലെ തന്നെ പോലീസ് ഞങ്ങളുടെ പേരിൽ കേസ് എടുക്കുകയുണ്ടായി. കേസെടുത്തപ്പോൾ ഒത്തിരി ആളുകളുടെ പേരിൽ കേസെടുത്തു. ആ കേസിൽ ഞങ്ങളെയൊക്കെ കുടുക്കി അങ്ങനെ ഭയന്ന് പേടിച്ച് ഓടുകയാണ് അന്ന് കാലഘട്ടത്തിൽ ഉണ്ടായത്. ശങ്കർജി എന്ന് പറയുന്ന ഞങ്ങളുടെ അന്നത്തെ പ്രസിഡന്റ്, അദ്ദേഹം പരിക്കേറ്റ്, പോലീസിന്റെ മർദ്ദനത്തിൽ പരിക്കേറ്റ് അദ്ദേഹം നിരന്തര രോഗിയായി മരണപ്പെടുകയാണ് ഉണ്ടായത്. അതിനുശേഷം ഇങ്ങോട്ട് ഞങ്ങൾ ഈ ഭൂമിക്ക് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് നാളിതുവരെയായി നടന്നത്. പല പ്രാവശ്യമായി ഞങ്ങൾ ഗവൺമെന്റിനെ സമീപിച്ചു, കളക്ടറെ സമീപിച്ചു. നിരന്തരമായ ഒരു പ്രയത്നം ഇതിനകത്ത് വളരെ കാലമായി നടന്നു വരികയാണ്. പക്ഷേ ഈ നാട്ടിൽ അന്ന് ഞങ്ങളോടൊപ്പം അതിൽ കയറി പ്രവേശിച്ച ഇതര സമുദായത്തിൽപ്പെട്ട ആളുകൾക്ക് അവർക്കൊക്കെ ഭൂമി പതിച്ചു കൊടുത്തു. പക്ഷേ ഇപ്പോഴും പട്ടികജാതിക്കാരായിട്ടുള്ള ഞങ്ങൾ ഈ 500 കുടുംബങ്ങളെ പരിഗണിക്കുവാൻ മാറി മാറി വന്ന ഒരു ഗവൺമെന്റുകളും തയ്യാറായിട്ടില്ല എന്ന വസ്തുതയാണ് ഇവിടെ. ഫോറസ്റ്റുകാരും പോലീസുകാരും ചേർന്ന് ഞങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് നിന്ന് തല്ലി ഓടിക്കുകയായിരുന്നു. ഇതിൽ പ്രതിഷേധിച്ച അന്നത്തെ കർഷക സമാജം നേതാക്കളെ കള്ളക്കേസിൽ കുടുക്കുകയും ചെയ്തു. കോടതി ഉത്തരവുണ്ടായിട്ടും ഇടുക്കി കളക്ടറേറ്റിൽ കയറിയിറങ്ങി ഒരു ഫലവും ഉണ്ടായില്ല. ഗവൺമെന്റ് വിഷയത്തിൽ നടപടി സ്വീകരിച്ചില്ലെങ്കിൽ ശക്തമായ പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും അവർ അറിയിച്ചു. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ പ്രസിഡന്റ് PM ജോൺ, സെക്രട്ടറി CK രാജേന്ദ്രൻ, വൈസ് പ്രസിഡന്റ് PK ശശി, MV ആണ്ടവൻ, MK രാജപ്പൻ എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി 24, 25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ഇതോടനുബന്ധിച്ച് 24-ന് മങ്ങാട്ടുകോല ബസ് സ്റ്റാൻഡിൽ അഖില കേരള വടംവലി മത്സരം നടക്കും. ഗാന്ധിജി സ്റ്റഡീസ് സെന്റർ ചെയർമാൻ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരെ തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തി സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ ഇടുക്കി ജില്ലാ സമ്മേളനം 2025 ജനുവരി 24, 25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊഴിലാളി മുന്നേറ്റം എന്ന മുദ്രാവാക്യമുയർത്തിയാണ് സ്വതന്ത്ര തൊഴിലാളി യൂണിയൻ STU ഇടുക്കി ജില്ലാ സമ്മേളനം പ്രഖ്യാപിച്ചത്. അത് ജനുവരി 24, 25 തീയതികളിലാണ് തൊടുപുഴ മങ്ങാട്ടുകോലിൽ വെച്ചാണ് സമ്മേളനം നടത്തുന്നത്. സമ്മേളനത്തിൻ്റെ ആദ്യ ദിവസം
കേരളത്തിലെ പ്രമുഖ ടീമുകൾ അണിനിരക്കുന്ന വടംവലി മത്സരം നടത്തുന്നുണ്ട്. അതുപോലെ തന്നെ സമ്മേളന ദിവസം ലാൻഡ് സ്ക്വയറിൽ നിന്നും മങ്ങാട്ടുകരയിലേക്ക് തൊഴിലാളികളുടെ സ്റ്റീവിൻ്റെ ജില്ലയിലെ ശക്തി വിളിച്ചു പോകുന്ന പൊതുപ്രകടനവും പൊതുസമ്മേളനവും ഉണ്ടാവും. സമ്മേളനത്തോടനുബന്ധിച്ച് 24-ന് വൈകിട്ട് 4-ന് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ അഖില കേരള വടംവലി മത്സരം നടക്കും. ഗാന്ധിജി സ്റ്റഡി സെന്റർ വൈസ് ചെയർമാൻ അബു ജോൺ ജോസഫ് ഉദ്ഘാടനം ചെയ്യും. 25-ന് വൈകിട്ട് 4-ന് തൊടുപുഴ ഗാന്ധി സ്ക്വയറിൽ നിന്നും തൊഴിലാളി പ്രകടനം ആരംഭിക്കും. 5-ന് മങ്ങാട്ടുകവല ബസ് സ്റ്റാൻഡിൽ സമാപന സമ്മേളനം രാജ്യസഭാംഗം ഹാരിസ് ബീരാൻ MP ഉദ്ഘാടനം ചെയ്യും. STU സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് എംറാമത്തുല്ല മുഖ്യപ്രഭാഷണം നടത്തും. ജില്ലാ പ്രസിഡന്റ് VH നൌഷാദ് അധ്യക്ഷത വഹിക്കും. മുസ്ലിം ലീഗ് സംസ്ഥാന വൈസ് പ്രസിഡന്റ് TM സലീം, സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗങ്ങളായ C ശ്യാംസുന്ദർ, PM അബ്ബാസ്, ജില്ലാ പ്രസിഡന്റ് KMA ഷുക്കൂർ, ജനറൽ സെക്രട്ടറി KS സിയാദ്, സംസ്ഥാന പ്രവർത്തക സമിതി അംഗങ്ങളായ MS മുഹമ്മദ്, SM ഷെരീഫ്, സലീം കൈപ്പാടം, ജില്ലാ ട്രഷറർ TK നവാസ് തുടങ്ങിയവർ പ്രസംഗിക്കും. സമ്മേളനാനന്തരം നൌഷാദ് തിരൂർ, മിസ്ന മഞ്ചേരി, അബ്ദുൽ ഹൈ എന്നിവർ നയിക്കുന്ന ഇശൽ നൈറ്റ് അരങ്ങേറും. തൊടുപുഴയിൽ നടത്തിയ വാർത്താ സമ്മേളനത്തിൽ STU ജില്ലാ പ്രസിഡന്റ് VH നൌഷാദ്, ജനറൽ സെക്രട്ടറി VH മുഹമ്മദ്, ദേശീയ സമിതി അംഗം റഹീം പഴേരി, ഭാരവാഹികളായ ബഷീർ PU, സക്കീർ ഇളമാക്കൽ, PM നിസാമുദ്ദീൻ, KA അൻഷാദ് എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കലണ്ടർ പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി KK പുഷ്പതാംഗൻ കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. 10,000 കലണ്ടറുകളാണ് ഭക്തജനങ്ങൾക്ക് വേണ്ടി പ്രിന്റ് ചെയ്തിട്ടുള്ളത്. നിരവധി ഭക്തരുടെ സാന്നിധ്യത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്ര ഉപദേശക സമിതി അംഗങ്ങളായ CC കൃഷ്ണൻ, KR വേണു എന്നിവർ സന്നിഹിതരായിരുന്നു. 2025 തിരുവുത്സവത്തിന് ഇന്ന് ആരംഭം കുറിക്കുകയാണ്. ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് 2025 തിരുവുത്സവം നമ്മൾ നടത്തിയ ഉത്സവങ്ങളിൽ ഏറ്റവും കേമമാക്കാനാണ് ക്ഷേത്ര ഭരണസമിതികൾ, ക്ഷേത്രം മാനേജിംഗ് ട്രസ്റ്റി, നമ്മുടെ ക്ഷേത്ര ജീവനക്കാർ എല്ലാവരുടെയും ആഗ്രഹം. അതിനകവഴിഞ്ഞുള്ള പ്രവർത്തനങ്ങൾ എല്ലാ ഭാഗത്തു നിന്നും ഉണ്ടായി. അതിൻ്റെ വിളംബരം എന്ന നിലയ്ക്ക് നമ്മുടെ വീടെന്നൊക്കെ ഒരു കലണ്ടർ, ഭഗവാന്റെ ഉത്സവം അറിയിച്ചുകൊണ്ടുള്ള കലണ്ടർ എല്ലാ വീടുകളും പ്രദർശിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടുകൂടിയാണ് നമ്മൾ 10,000 കലണ്ടർ അടിച്ച് സൗജന്യമായി എല്ലാ വീടുകളിലും എത്തിക്കുന്നത്. ഭഗവാന്റെ ആ ഉണ്ണിക്കണ്ണൻ്റെ വെണ്ണ തിന്നുന്ന പടം എല്ലാ വീടുകളിലും കഴിഞ്ഞ വർഷം നമ്മൾ കൊടുക്കുന്നത് എല്ലാ വീടുകളിലും തൂങ്ങിക്കിടപ്പുണ്ട്. ആ കലണ്ടർ മാറ്റുന്നത്, പുതിയ കലണ്ടർ ഇറങ്ങുന്നതോടുകൂടിയാണ് മാറ്റുന്നത്. നമ്മുടെ വീടുകളിൽ ജനുവരി മാസം ഡിസംബർ വരെയുള്ള കലണ്ടർ മാറ്റി ജനുവരിയിൽ പുതിയ കലണ്ടർ ഇടുന്ന പോലെ ഭഗവാന്റെ ഉത്സവത്തിന് പഴയ കലണ്ടർ മാറ്റി പുതിയ കലണ്ടർ ഇടുന്ന രീതിയിലേക്ക് വന്നിട്ടുണ്ട്. വലിയ രീതിയിലുള്ള ഒരുക്കങ്ങൾ നമ്മൾ പൂർത്തിയാക്കിയിട്ടുണ്ട്. ഈ പ്രാവശ്യം ഉത്സവം കേമമാക്കുവാനായിട്ട് ക്ഷേത്രകലകൾക്കൊപ്പം തന്നെ മറ്റ് വിശ്വാസികളെയും ഭക്തജനങ്ങളെയും ആകർഷിക്കുന്ന രീതിയിൽ കേരളത്തിൽ തന്നെ ഏറ്റവും വലിയ പിന്നണി ഗായകൻ ഭക്തിഗാന മേള രംഗത്തും ഇതുപോലെ സമാനതകളില്ലാത്ത ഒരു ഗായകനാണ് MG ശ്രീകുമാർ അടക്കമുള്ളവരെ ആദ്യമായി നമ്മുടെ ക്ഷേത്രത്തിൽ ഭക്തിഗാനമേള നടത്താൻ എത്തുവാണ്. ക്ഷേത്രത്തിലെ ജീവനക്കാർ, ക്ഷേത്രം കമ്മിറ്റി അംഗങ്ങൾ, ഉപദേശക സമിതി അംഗങ്ങൾ, തിരുവുത്സവ കോർഡിനേറ്റ് കമ്മിറ്റി അംഗങ്ങൾ, മാതൃസമിതി അംഗങ്ങൾ, അതുപോലെ തന്നെ ഭക്തജന കൂട്ടായ്മകൾ എല്ലാവരും ഒത്തൊരുമിച്ച് ഒരുമയായി നിന്ന് വിജയിപ്പിക്കാനുള്ള പരിപാടികൾ എത്തിച്ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ആദ്യ നടപടിയായി നമ്മൾ ഈ കലണ്ടർ ഭഗവാന് മുമ്പിൽ സമർപ്പിക്കുകയാണ്. ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൻ കുദാശയും പെരുന്നാളും 24, 25 തീയതികളിൽ നടത്തുമെന്ന് വികാരി ഫാദർ ആദായി പുലിക്കോട്ടിൽ അറിയിച്ചു. 25 രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സക്കറിയാസ് മോർ ഫിലിക്സിനോസ് അധ്യക്ഷത വഹിക്കും. ജലവകുപ്പ് വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. 2022 ഇരുവിഭാഗങ്ങൾ തമ്മിലുള്ള തർക്കത്തെ തുടർന്ന് ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ പള്ളി കോടതി ഉത്തരവ് പ്രകാരം അടച്ചുപൂട്ടിയിരുന്നു. പിന്നീട് പള്ളിയുടെ മുറ്റത്ത് നിർമ്മിച്ച പടത ഷെഡിലാണ് പ്രാർത്ഥന നടത്തിയിരുന്നത്. 144 ഇടവകക്കാരുടെ സഹായത്തോടെ നിർമ്മിച്ച പുതിയ പള്ളിയുടെ മൂറോൺ കൂദാശയാണ് ഇപ്പോൾ നടക്കുന്നത് എന്ന് ഭാരവാഹികൾ ചെറുതോണിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സഭാ കക്ഷി വഴക്കിനെ തുടർന്ന് 2002 ദേവാലയം പൂട്ടപ്പെടുകയും
പരിശുദ്ധ സുറിയാനി സഭയുടെ വിശ്വാസികൾ കേവലം ഒരു പടുത മേഞ്ഞൊരു ഷെഡുണ്ടാക്കി. കൂട്ടപ്പെട്ട ദേവാലയത്തിൻ്റെ മുറ്റത്ത് പടുത കൊണ്ട് മേഞ്ഞൊരു ഷെഡുണ്ടാക്കി. ആ ഷെഡിലാണ് കഴിഞ്ഞ 22 വർഷമായിട്ട് ആരാധന നടത്തിയിരുന്നത്. ഞായറാഴ്ചകളിലും അല്ലാതെയുമുള്ള എല്ലാ ആരാധനകളും നടത്തിയിരുന്നത് ആ പടുത മേഞ്ഞ ഷെഡിലാണ്. ഇത് 2018 ഈ വ്യവഹാരങ്ങളും കോടതിയിലുള്ള തർക്കങ്ങളും തീരാത്തതിൻ്റെ ഭാഗമായി, അത് വലിയ കാലതാമസം വരുന്നതിൻ്റെ ഭാഗമായി ഇടവക ഒന്നടങ്കം തീരുമാനിച്ച് പുതിയൊരു ദേവാലയം വേണമെന്ന് ആഗ്രഹിച്ച് 2018 സ്വതന്ത്രമായൊരു ട്രസ്റ്റ് രൂപീകരിച്ചു. എൻ്റെ പേര് സെൻറ്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് എന്നാണ്. ആ ട്രസ്റ്റ് 2018 രൂപീകരിച്ച് അത് രജിസ്റ്റർ ചെയ്ത് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റിൻ്റെ കീഴിൽ ഏകദേശം 50 സെൻറ്റ് സ്ഥലവും നമ്മൾ വാങ്ങി. അതിൻ്റെ പണം നമ്മൾ ഇടവകയിൽ നിന്നും സഭയിലെ മറ്റ് വിശ്വാസികളിൽ നിന്നൊക്കെ നമ്മൾ സമാഹരിച്ചെടുത്ത് ആണ് ഈ സെൻറ്റ് പീറ്റേഴ്സ് ചാരിറ്റബിൾ ട്രസ്റ്റ് ആ 50 സെൻറ്റ് സ്ഥലവും നമ്മൾ വാങ്ങിയതും അത് രൂപീകരിക്കുകയും ചെയ്തു. പിന്നീട് 2023 ജൂലൈ മാസം 3-ാം തീയതി പുതിയൊരു ദേവാലയത്തിൻ്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ പ്രാർത്ഥനയോടെ ആരംഭിച്ച് ഇന്നത് ഏകദേശം പൂർത്തീകരണത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുക. പള്ളിയിൽ മൂറോൺ കൂദാശയും പെരുന്നാളും 24, 25, 26 തീയതികളിൽ നടത്തും. 24 വൈകിട്ട് 4:30 മലങ്കര മെത്രോപൊലിത്ത ജോസഫ് മോർ ഗ്രിഗോറിയോസ്, ഇടുക്കി ഭദ്രാസന മെത്രോപൊലിത്ത സക്കറിയാസ് മോർ ഫിലിക്കാസിനോസ്, ഹോണ വർമിഷ്യൻ മെത്രോപൊലിത്ത യാക്കോബ് മോർ അന്തോണിയോസ് എന്നിവർക്ക് ചെറുതോണിയിൽ സ്വീകരണം നൽകും. 25 രാവിലെ 10:30 നടക്കുന്ന പൊതുസമ്മേളനത്തിൽ സക്കറിയാസ് മോർ ഫിലിക്സിനോസ് അധ്യക്ഷത വഹിക്കും. ജലവിഭവ വകുപ്പ് മന്ത്രി റോഷി അഗസ്റ്റിൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്യും. ഇടുക്കി രൂപത മെത്രാൻ മാർ ജോൺ നെല്ലിക്കുന്നൽ മുഖ്യപ്രഭാഷണം നടത്തും. ഇടുക്കി എം പി അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ്, ത്രിതല പഞ്ചായത്ത് പ്രതിനിധികൾ, മറ്റ് സാമൂഹ്യ സാംസ്കാരിക രംഗത്തുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും വികാരി ഫാദർ ആദായി പുലിക്കോട്ടിൽ, ട്രസ്റ്റിമാരായ ജോയി മാടക്കപ്പള്ളി, റോബിൻ എൻവിസ് എന്നിവർ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, ഇടുക്കി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾക്കും വിജയം. റഹീമ പരീദ് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സണായും സുബൈദ സുബൈർ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായും വിജയിച്ചു. ഇതോടെ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസിന് പൂർണ്ണമായും അധികാരത്തിന് പുറത്തായി. വണ്ണപ്പുറം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾക്കും വിജയം. ഇതോടെ UDF ഭരിക്കുന്ന പഞ്ചായത്തിൽ ഘടകകക്ഷിയായ കേരള കോൺഗ്രസ് പൂർണ്ണമായും അധികാരത്തിന് പുറത്തായി. വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന രാജീവ് ഭാസ്കരൻ വ്യക്തിപരമായ കാരണങ്ങളാൽ രാജിവെച്ചതും ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനായിരുന്ന ദിവ്യ അനീഷ് വൈസ് പ്രസിഡന്റായതുമാണ് 2 ഒഴിവുണ്ടാകാൻ കാരണം. ഇതിലൊന്ന് കോൺഗ്രസിന് അർഹതപ്പെട്ടതാണെന്നിരിക്കെ ലീഗിലെ 2 പേരും അവകാശം ഉന്നയിച്ചതോടെ മത്സര രംഗത്ത് നിന്നും മുള്ളരിങ്ങാട് 1-ാം വാർഡിൽ നിന്നുള്ള അംഗം ജിജോ ജോസഫ് പിന്മാറി. ഇതോടെ തർക്കങ്ങൾ ഒഴിവാകുകയും ലീഗിൽ നിന്നുള്ള റഹീമ പരീദ് വികസം, സുബൈദ സുബൈർ ക്ഷേമം എന്നീ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായി എതിരില്ലാതെ തിരഞ്ഞെടുക്കുകയും ചെയ്തു. ഇതോടെ വണ്ണപ്പുറം പഞ്ചായത്തിൽ UDFിൽ നിന്ന് 2 അംഗങ്ങളെ അടർത്തിയെടുത്ത് ഭരണം പിടിക്കുവാനുള്ള LDF നീക്കവും ലക്ഷ്യം കണ്ടില്ല. ന്യൂസ് ബ്യൂറോ, വണ്ണപ്പുറം. ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റിനെ പഞ്ചായത്ത് അംഗവും കോൺട്രാക്ടറും കയ്യേറ്റം ചെയ്തതായി പരാതി. ഇതിനെതിരെ പോത്താനിക്കാട് പോലീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും മൂവാറ്റുപുഴ DYSPയും രേഖാമൂലം പരാതി നൽകി. പഞ്ചായത്ത് കവാടത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നോട്ടിറങ്ങുമെന്ന് നിയോജക മണ്ഡലം പ്രസിഡന്റ് ബിജോയ് പുളിക്കൽ പറഞ്ഞു. ആം ആദ്മി പാർട്ടി കോതമംഗലം നിയോജക മണ്ഡലം വൈസ് പ്രസിഡന്റ് ജിജു പൗലോസും പാർട്ടിയുടെ പഞ്ചായത്ത് കമ്മിറ്റിയിലെ ചില അംഗങ്ങളും ചേർന്ന് ടാറിംഗ് വർക്ക് നടക്കുന്ന സ്ഥലം സന്ദർശിക്കുകയുണ്ടായി. ടാറിംഗ് ജോലിയിലെ അലംഭാവം നേരിൽ കണ്ട പ്രവർത്തകർ പ്രസ്തുത വർക്കിന്റെ വീഡിയോ തത്സമയം പകർത്തിയ ജിജോ പൗലോസിനെ കണ്ട വാർഡ് മെമ്പർ ശ്രീ സെയ്ദ് പ്രതികാര മനോഭാവത്തിൽ തന്റെ വാഹനവുമായി ജിജോയുടെ നേരെ പാഞ്ഞെടുക്കുകയും ചെയ്തു. ജിജോ ഒഴിഞ്ഞു മാറിയപ്പോൾ താൻ റെക്കോർഡ് ചെയ്തിരുന്ന ഫോൺ ബലമായി പിടിച്ചു വാങ്ങുകയും അദ്ദേഹത്തോടൊപ്പമുണ്ടായിരുന്നവരോട് ചേർന്ന് ജിജോയെ ആക്രമിക്കുമെന്ന് ഭീഷണിപ്പെടുത്തുകയും അസഭ്യം പറയുകയും ചെയ്തു. ആം ആദ്മി പാർട്ടിയുടെ സെക്രട്ടറി വാരപ്പള്ളി സെക്രട്ടറി PAഴ്സിനും കൂടി അത് വീക്ഷിക്കാനായിട്ട് നല്ല രീതിയിൽ ടാറിംഗ് നടത്തണം എന്നുള്ള ഉദ്ദേശത്തോടുകൂടി ഞങ്ങൾ അവിടെ ചെന്ന് വെറുതെ വീക്ഷിച്ച് ഒരു ഫോട്ടോയൊക്കെ എടുത്ത് ഞങ്ങൾ പോയപ്പോൾ അവിടുത്തെ മെമ്പർ 4-ാം വാർഡ് മെമ്പർ പെട്ടെന്ന് വണ്ടിയുമായിട്ട് നേരെ വന്ന് ഇടിക്കാനുള്ള ശ്രമം, തുടർന്ന് എൻ്റെ മൊബൈൽ തട്ടിപ്പറിച്ച് അദ്ദേഹം അത് കൈക്കലാക്കി. അതിനുശേഷം എന്നോട് അസഭ്യവർഷം നടത്തുകയും അതിന് അവർ കുറച്ചാളുകൾ കൂടി എന്നെ തള്ളി മാറ്റുകയും ഞങ്ങൾ പ്രവർത്തകർ തള്ളി പുറത്തേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്തു. ഏറെ നേരത്തെ അസഭ്യവർഷത്തിന് ശേഷമാണ് ഫോൺ തിരികെ കൊടുത്തത്. അതിക്രമത്തിനെതിരെ പോത്താനിക്കാട് പോലീസിലും പഞ്ചായത്ത് സെക്രട്ടറിക്കും മൂവാറ്റുപുഴ DYSPക്കും രേഖാമൂലം പരാതി നൽകി. പഞ്ചായത്ത് കവാടത്തിൽ പ്രതിഷേധിക്കുകയും ചെയ്തു. കുറ്റക്കാർക്കെതിരെ നിയമപരമായ നടപടി കൈക്കൊണ്ടില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികളുമായി മുന്നിട്ടിറങ്ങുമെന്നും നിയോജക മണ്ഡലം പ്രസിഡന്റ് വിജോയ് പുളിക്കൽ പറഞ്ഞു.
ആം ആദ്മി പാർട്ടി എറണാകുളം ജില്ലാ വൈസ് പ്രസിഡന്റ് KS ഗോപിനാഥൻ, റെജി ജോർജ്, പിയേഴ്സൺ P. ഐസക്, മുനിസിപ്പൽ മണ്ഡലം പ്രസിഡന്റ് സാബു കുരിശിങ്കൽ, ശാന്തമ്മ ജോർജ്, തങ്കച്ചൻ കോട്ടപ്പടി, വിനോദ് നെല്ലിക്കുഴി, ജോൺ ഒറവലക്കുടി എന്നിവർ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, കോതമംഗലം. സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. പാഠ്യാനുബന്ധ പ്രവർത്തനവുമായ എന്റെ തൊടുപുഴ പദ്ധതിയുടെ ഭാഗമായാണ് സന്ദർശനം നടത്തിയത്. പാഠ്യാനുബന്ധ പ്രവർത്തനമായ എന്റെ തൊടുപുഴ പദ്ധതിയുടെ ഭാഗമായി തൊടുപുഴ സെന്റ് സെബാസ്റ്റ്യൻസ് ഹൈസ്കൂൾ വിദ്യാർത്ഥികൾ തൊടുപുഴ നഗരത്തിലും സമീപ പ്രദേശങ്ങളിലുമുള്ള പൈതൃക കേന്ദ്രങ്ങൾ സന്ദർശിച്ചു. പുരാതന ക്ഷേത്രങ്ങൾ സന്ദർശിക്കുന്നതിന്റെ ഭാഗമായി സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂൾ തൊടുപുഴയിൽ നിന്നുമാണ് ഞങ്ങൾ ഇവിടെ എത്തിയിരിക്കുന്നത്. ജന്മനാടിന്റെ പൈതൃക സമ്പന്നതയെക്കുറിച്ച് കുട്ടികളെ ബോധവാന്മാരാക്കുക എന്ന ലക്ഷ്യത്തിലാണ് പദ്ധതി ആസൂത്രണം ചെയ്തത്. സെന്റ് സെബാസ്റ്റ്യൻ ഹൈസ്കൂളിൻ്റെ പഠന പ്രവർത്തനത്തിൻ്റെ ഭാഗമായി ക്ഷേത്രങ്ങളും ആരാധനാലയങ്ങളും സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി ഞങ്ങൾ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം തൊടുപുഴയുടെ ക്ഷേത്രത്തെ സന്ദർശിക്കുന്നതിൻ്റെ ഭാഗമായി ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നു. ഇവിടെ ഇതുകൂടാതെ ഞങ്ങൾ ഈ സ്കൂളിൻ്റെ പരിസരത്തായുള്ള ക്ഷേത്രങ്ങളും പള്ളികളും ഞങ്ങൾ സന്ദർശിക്കുന്നതാണ്. നഗരഹൃദയത്തിലെ വനമായ അമരംകാവ്, അതിപുരാതന ക്രൈസ്തവ ദേവാലയമായ മൈലക്കൊമ്പ് സെന്റ് തോമസ് പള്ളി, പൗരാണികതയുടെ പ്രൗഢി വിളിച്ചോതുന്ന തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രം, മണിയന്ത്രമല, മലങ്കര ജലാശയം എന്നീ സ്ഥലങ്ങളാണ് എന്റെ തൊടുപുഴ പദ്ധതിയുടെ ഭാഗമായി കുട്ടികൾ സന്ദർശിച്ചത്. അധ്യാപകരായ ബിബിൻ ബാലൻ, മാത്യു ജോസ്, റോസ് ഇമ്മാനുവൽ, നൈസിൽ പോൾ, അനീഷ് ജോസഫ് എന്നിവർ നേതൃത്വം നൽകി. സാനിറ്ററി ഐറ്റംസിന്റെ അതിവിപുലമായ കളക്ഷനുമായി ന്യൂ ഫേസ് സാനിവെയേഴ്സ് തൊടുപുഴയിൽ KKR ജംഗ്ഷനിൽ പ്രവർത്തനം ആരംഭിച്ചു. മങ്ങാട്ടുകവല KKR ജംഗ്ഷനിൽ ആരംഭിച്ച ന്യൂ ഫേസ് സാനിവെയേഴ്സിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വളരുന്ന തൊടുപുഴയ്ക്ക് പൊന്തൂവലേകിക്കൊണ്ട് ന്യൂ ഫേസ് സാനിവെയേഴ്സ് പ്രവർത്തനം ആരംഭിച്ചു. കോഹ്ലർ, സെറ, എസ്കോ, ജാഗ്വർ, ബാറ്റെക്സ്, വാൾഡോ, ഫേബർ തുടങ്ങിയ പ്രമുഖ ബ്രാൻഡുകളുടെ സാനിറ്ററി വെയറുകളുടെ അതിവിപുലമായ ശേഖരമാണ് ന്യൂ ഫേസ് സാനിവെയേഴ്സിൽ ഒരുക്കിയിരിക്കുന്നത്. ന്യൂ ഫേസ് സാനിവെയേഴ്സിന്റെ ഉദ്ഘാടനം അഡ്വക്കേറ്റ് ഡീൻ കുര്യാക്കോസ് MP നിർവഹിച്ചു. വ്യാപാര രംഗത്ത് പുത്തൻ ഉണർവ് പകർന്നു നൽകിക്കൊണ്ട് എല്ലാവിധ ബ്രാൻഡുകളും സാനിറ്ററീസിലും പ്ലംബിംഗ്, ലൈറ്റിംഗ്, UG കേബിൾസ്, പാനൽ ബോർഡ്, നമ്മുടെ വീടിന് ആവശ്യമായിട്ടുള്ള, അതോടൊപ്പം തന്നെ ഏത് സ്ഥാപനം തുടങ്ങുമ്പോഴും ആവശ്യമായിട്ടുള്ള എല്ലാ തരത്തിലുമുള്ള സാനിറ്ററി വെയർസും മറ്റു കാര്യങ്ങളെല്ലാം വളരെ നല്ല നിലയിൽ ലോകത്ത് എല്ലായിടത്തും ലഭിക്കുന്ന തരത്തിൽ ഏറ്റവും ഗുണമേന്മയുള്ള എല്ലാ കാര്യങ്ങളും നമുക്കിവിടെ നിന്നും ലഭിക്കുകയാണ്. തീർച്ചയായിട്ടും പ്രിയപ്പെട്ട യൂസഫിനെയും അദ്ദേഹത്തിൻ്റെ കുടുംബാംഗങ്ങളെയും ഈ അവസരത്തിൽ ആശംസകൾ അറിയിക്കുന്നു. കോഹ്ലർ ഗോൾഡ് ഷോറൂമിന്റെ ഉദ്ഘാടനം കോഹ്ലർ ഡെപ്യൂട്ടി മാനേജർ സുമിൻ K. പിള്ളയും സെറ സ്റ്റൈൽ ഗാലറിയുടെ ഉദ്ഘാടനം സെറ അസിസ്റ്റന്റ് ജനറൽ മാനേജർ ബെന്നി K. ജോണും നിർവഹിച്ചു. എസ്കോ ജാഗർ സെക്ഷന്റെ ഉദ്ഘാടനം എസ്കോ ജാഗർ റീറ്റെയിൽ ഹെഡ് കാർത്തിക് PS, ബാത്തെക്സ് സെക്ഷൻ ജനറൽ മാനേജർ റംഷാദ് മൊയ്തീനും, വാൾഡോ സെക്ഷന്റെ ഉദ്ഘാടനം മുനിസിപ്പൽ കൗൺസിലർ മുഹമ്മദ് അഫ്സലും, ഫേബർ സെക്ഷന്റെ ഉദ്ഘാടനം TC രാജു തരണയിലും നിർവഹിച്ചു. ചടങ്ങിൽ മുനിസിപ്പൽ ചെയർപേഴ്സൺ സബീന ബിഞ്ചു, CPI ഏരിയ കമ്മിറ്റി സെക്രട്ടറി ഫൈസൽ മുഹമ്മദ്, മുൻ മുനിസിപ്പൽ ചെയർമാൻ AM ഹാരിദ്, മർച്ചന്റ്സ് അസോസിയേഷൻ സെക്രട്ടറി നവാസ് CK തുടങ്ങിയ പ്രമുഖർ ചടങ്ങിൽ സന്നിഹിതരായിരുന്നു. ഇലക്ട്രിക്കൽ, സാനിറ്ററി സാധനങ്ങളുടെ കംപ്ലീറ്റ് സ്റ്റോറായ ന്യൂ ഫേസിന് സാനിവെയർസിൽ പ്രമുഖ കമ്പനികളുടെ സാനിറ്ററീസ്, പ്ലംബിംഗ്, ലൈറ്റിംഗ്, UG കേബിൾസ്, പാനൽ ബോർഡ് തുടങ്ങിയവ ഏറ്റവും വിശ്വാസ്യതയോടെ ലഭിക്കും.
കോലാനി കളരി ഭഗവതി ക്ഷേത്രത്തിലെ മകരച്ചോതി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ നടന്നു. ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി നരിക്കോട് ഇല്ലം അർജുനൻ നമ്പൂതിരി നേതൃത്വം നൽകി. ചെണ്ടമേളത്തോടെയുള്ള എതിരേൽപ്പ് വിളക്ക് ശേഷം കളമെഴുത്ത് പാട്ടും പൂജ തുടങ്ങിയ വിവിധ ചടങ്ങുകൾ നടന്നു. കോലാനി കളരി ഭഗവതി ക്ഷേത്രത്തിലെ മകരജ്യോതി മഹോത്സവം വിപുലമായ ചടങ്ങുകളോടെ നടന്നു. ഗണപതി ഹോമത്തോടെ ആരംഭിച്ച ഉത്സവ ചടങ്ങുകൾക്ക് ക്ഷേത്രം തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടും മേൽശാന്തി നരിക്കോടില്ലം അർജുനൻ നമ്പൂതിരിയും നേതൃത്വം നൽകി. തന്ത്രി ബ്രഹ്മശ്രീ ചേന്നാസ് ഗിരീശൻ നമ്പൂതിരിപ്പാടിന്റെ നേതൃത്വത്തിൽ രാവിലെ കലശവും വിശേഷാൽ പൂജയും നടന്നു. ക്ഷേത്രത്തിലെ അഷ്ടമംഗല ദേവപ്രകാരമുള്ള ഏറ്റവും വിശേഷാൽ വഴിപാട് വൈകിട്ട് ദീപാരാധന സമയത്തുള്ള നെയ്വിളക്ക് സമർപ്പണമാണ്. ക്ഷേത്രത്തിൽ ഇനി നടക്കാനുള്ള പ്രധാന ചടങ്ങ് എന്ന് പറയുന്നത് 9:30 ഗുരുതിയും അതിനുശേഷം നടക്കുന്ന കളമെഴുത്ത് പാട്ടുമാണ്. വിശേഷാൽ ദീപാരാധന, ഗുരുതി, തൊടുപുഴ ഗോപാലകൃഷ്ണൻ നേതൃത്വം നൽകിയ ചെണ്ടമേളത്തോടെയുള്ള എതിരേൽപ്പ്, വിളക്ക് ശേഷം കളമെഴുത്തുപാട്ടും പൂജ എന്നിവയും നടന്നു. സ്നേഹസോപാന ശ്രീ തൊടുപുഴ ജിതിൻ മാരാരും സംഘവും ചേർന്ന് ദേവി സ്തുതി സോപാന സംഗീതം അവതരിപ്പിച്ചു. അന്നദാനവും നടത്തി. സ്കൂൾ കലോത്സവ വിജയി ദേവാനന്ദൻ, മുതിർന്ന അംഗം സുബ്രഹ്മണ്യൻ എന്നിവരെ യോഗത്തിൽ അനുമോദിച്ചു. ക്ഷേത്രത്തിലെ പ്രതിഷ്ഠാദിനം മാർച്ച് 18-നും 10ാമതേ മഹോത്സവം ഏപ്രിൽ 23-നും നടത്തുമെന്ന് ഭാരവാഹികൾ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, തൊടുപുഴ. കഴിഞ്ഞ ദിവസം നിര്യാതനായ പുളിമൂട്ടിൽ സിൽക്സ് ചെയർമാൻ ഔസേപ്പ് ജോൺ പുളിമൂട്ടിന്റെ സംസ്കാരം ചുങ്കം സെന്റ് മേരീസ് ഫൊറോന പള്ളിയിൽ നടത്തി. വസതിയിലും പള്ളിയിലും ജീവിതത്തിന്റെ വിവിധ മേഖലകളിൽ ഉള്ളവർ ആദരാഞ്ജലികൾ അർപ്പിച്ചു. നമുക്ക് ഏവർക്കും പ്രിയങ്കരനായ ജോണേട്ടൻ അദ്ദേഹത്തിൻ്റെ കുടുംബത്തോട്, ബന്ധുഗണത്തോട്, മിത്രലോകത്തോട് യാത്ര പറഞ്ഞ് മരണമില്ലാത്ത ഒരു ലോകത്തേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ അസാന്നിധ്യം തീർച്ചയായും ഈ പ്രിയപ്പെട്ടവരുടെ എല്ലാം ഉള്ളിൽ സൃഷ്ടിക്കുന്ന ഒരു ശൂന്യതയുണ്ട്. ആ ശൂന്യതയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹത്തിൻ്റെ സാന്നിധ്യം നമുക്ക് എപ്രകാരമായിരുന്നു എന്ന് നാം പരിശോധിക്കുക. 88 വർഷത്തെ ഈ ലോക ജീവിതം, 88 വർഷത്തെ ഈ ലോക ജീവിതം എന്ന് പറയുന്നത് സാധാരണ തലത്തിലുള്ള ഒരു ജീവിതമായിരുന്നില്ല, മറിച്ച് ജോണേട്ടനെ സംബന്ധിച്ച് സമ്പന്നമായ ഒരു ജീവിതമായിരുന്നു. എന്തായിരുന്നു ഈ ലോക ജീവിതത്തിൽ അദ്ദേഹത്തിൻ്റെ സമ്പത്ത് എന്ന് പരിശോധിക്കുമ്പോൾ ഉൽപ്പത്തി പുസ്തകം 18-ാം അധ്യായം ആരംഭിക്കുന്നത് അബ്രാഹത്തിൻ്റെ കൂടാരവാതിൽക്കൽ, ആ വാതിക്കലേക്ക് കടന്നു വരുന്ന 3 പരദേശികളുടെ ആ ഒരു സംഭവത്തോടു കൂടിയാണ്. അവർ അബ്രാഹത്തിൻ്റെ കൂടാരവാതിൽക്കലേക്ക് വന്നു. അബ്രാഹം വീട്ടിൽ ജോലിയിലാണ്. തൻ്റെ വാതിൽക്കലേക്ക് 3 പരദേശികൾ, അപരിചിതരായ മനുഷ്യർ കടന്നു വന്നപ്പോൾ അബ്രാഹം തൻ്റേതായ എല്ലാ ജോലിയും നിർത്തി അവിടെ നിന്ന് എഴുന്നേറ്റ് പുറത്തു വന്ന് ആ വന്ന അപരിചിതരെ സ്വീകരിക്കുന്ന രീതി ഈ 18-ാം അധ്യായത്തിൽ പ്രത്യേകമായിട്ട് പ്രതിപാദിച്ചിട്ടുണ്ട്. അപരിചിതരെ വണങ്ങി അവരുടെ കാലുകളിൽ വെള്ളമൊഴിച്ചു കൊടുത്ത് അവരെ ഉപചാരപൂർവ്വം ആദരവോടെ ഭവനത്തിലേക്ക് സ്വീകരിച്ച് അവർക്ക് ഏറ്റവും രുചികരമായ ഭക്ഷണമൊരുക്കി
കുലീനമായ ആതിഥേയത്വത്തിൻ്റെ ഏറ്റവും ശ്രേഷ്ഠമായ ഒരു ശൈലി നാം അതിനകത്ത് കാണുന്നുണ്ട്. ഞാനിത് പറഞ്ഞത് ജോണേട്ടനെ സംബന്ധിച്ച് പറയുമ്പോൾ തീർച്ചയായിട്ടും ഇപ്രകാരം ഒരു ശൈലിയുടെ 100% ഉടമയായിരുന്നു ജോണേട്ടൻ. തൻ്റെ പക്കൽ എത്തുന്നത് അത് ഭവനത്തിലായിക്കൊള്ളട്ടെ, തൻ്റെ കടയിലായിക്കൊള്ളട്ടെ, അവിടെ എത്തുന്നവരെ സംബന്ധിച്ച് അവരുടെ മുൻപിൽ അദ്ദേഹം കാണിക്കുന്ന ആ ഒരു വലിയ ഹൃദ്യത, ആ ഹൃദ്യതയുടെ ഉള്ളിൽ ഒരു വലിയ വശ്യതയുമുണ്ട്. ഇത് രണ്ടും ചേരുന്നതായിരുന്നു ജോണേട്ടൻ. അതായത് ഹൃദയം കൊണ്ട് തൻ്റെ കടയിലും വീട്ടിലുമൊക്കെ എത്തുന്നവരെ സംബന്ധിച്ച് അവരോട് ഹൃദയം കൊണ്ട് സംസാരിക്കുകയും ആ സംസാരം കേൾക്കുന്നവരുടെ ഉള്ളിൽ അദ്ദേഹം ഞങ്ങൾക്ക് നൽകുന്ന പ്രാധാന്യം അത് വളരെ വലുതാണ് എന്ന ആ ഒരു ബോധ്യം ജനിക്കുകയും അതൊരു വലിയ വശ്യതയുടെ അനുഭവമായി മാറുകയും ചെയ്യുന്ന അസാധാരണമായ ഒരു സൗഹൃദത്തിൻ്റെ ഉടമയായിരുന്നു ജോണേട്ടൻ. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധർണയും നടത്തി. ധർണാ സമരം സംഘടനാ ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പ്രസിഡന്റ് MK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. വർഷങ്ങളായി മൂലമറ്റത്ത് പ്രവർത്തിച്ചു വരുന്ന ജില്ലാ ട്രഷറി പൈനാവിലേക്ക് മാറ്റി സ്ഥാപിക്കാനുള്ള നീക്കം ഉപേക്ഷിക്കുക, മാറുന്ന പക്ഷം പണമിടപാട് വിഭാഗം മൂലമറ്റത്ത് തന്നെ നിലനിർത്തുക, അല്ലെങ്കിൽ മൂലമറ്റത്തോ മുട്ടത്തോ ഒരു സബ് ട്രഷറി അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ച് കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ അറക്കുളം ബ്ലോക്ക് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മാർച്ചും ധാരണയും നടന്നു. മൂലമറ്റം KSRTC പരിസരത്ത് നിന്ന് ആരംഭിച്ച മാർച്ചിൽ 100 കണക്കിന് പെൻഷൻകാർ പങ്കെടുത്തു. തുടർന്ന് ജില്ലാ ട്രഷറിക്ക് മുൻപിൽ നടന്ന ധർണാ സമരം സംഘടനയുടെ ജില്ലാ സെക്രട്ടറി AN ചന്ദ്രബാബു ഉദ്ഘാടനം ചെയ്തു. ഇടപാടുകൾ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്ന ഈ ട്രഷറിയുടെ പണമിടപാട് വിഭാഗത്തിലെ ട്രാൻസാക്ഷനിലേക്ക് യാതൊരു കാരണവശാലും പോകാൻ പാടില്ല. നിങ്ങൾക്കെല്ലാം അറിയാവുന്നതുപോലെ വർഷങ്ങൾക്ക് മുമ്പ് ഇന്ന് നമ്മുടെ പെൻഷൻ ഭവൻ പ്രവർത്തിക്കുന്ന ഹാളിലായിരുന്നു ഈ ജില്ലാ ട്രഷറി പ്രവർത്തിച്ചുകൊണ്ടിരുന്നത്. നമ്മൾ അവിടെ നിന്നെല്ലാം ട്രഷറിയുടെ ആവശ്യങ്ങളെല്ലാം സാധിച്ചിട്ടുള്ളവരാണ്. ബ്ലോക്ക് പ്രസിഡന്റ് MK ശിവൻകുട്ടി അധ്യക്ഷത വഹിച്ചു. ബ്ലോക്ക് സെക്രട്ടറി VK സലീം സ്വാഗതവും ജില്ലാ കമ്മിറ്റി അംഗം KD സുകുമാരൻ നന്ദിയും പറഞ്ഞു. ജില്ലാ ജോയിന്റ് സെക്രട്ടറി PP സൂര്യകുമാർ, കുടയത്തൂർ യൂണിറ്റ് പ്രസിഡന്റ് D ഗിരിജ എന്നിവർ ധർണയെ അഭിവാദ്യം ചെയ്ത് സംസാരിച്ചു. ന്യൂസ് ബ്യൂറോ, അറക്കുളം. അരിക്കുഴയിൽ സാമൂഹ്യ വിരുദ്ധരുടെ വിളയാട്ടം രൂക്ഷമാകുന്നു. ഇത് പൊതുനിരത്താണ്. നിങ്ങളുടെ തറവാട് സ്വത്തൊന്നുമല്ല. അധികാരികളെ നിങ്ങൾ ഇതുവരെ ഉണർന്നില്ലേ? നിങ്ങൾ ഇവിടെ ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറായിക്കോളൂ. അരുൺ അരിക്കുഴ തയ്യാറാക്കിയ റിപ്പോർട്ട്. അരിക്കുഴയിൽ സാമൂഹിക വിരുദ്ധരുടെ വിളയാട്ടം രൂക്ഷമാകുന്നു. ഇത് പൊതുനിരത്താണ്. നിങ്ങളുടെ തറവാട് സ്വത്തൊന്നുമല്ല. അധികാരികളെ നിങ്ങൾ ഇതുവരെ ഉണർന്നില്ലേ? പൊതുനിരത്തിൽ അരിക്കുഴ മഠം ജംഗ്ഷനിലാണ് സാമൂഹിക വിരുദ്ധർ മാലിന്യം തള്ളുന്നത്. പട്ടാപ്പകൽ വലിയ വാഹനങ്ങളിൽ വേസ്റ്റ് തള്ളുന്ന സ്ഥിതിയാണ്. കൂടാതെ വാഹനങ്ങൾ നിർത്തിയിട്ട് മദ്യപിച്ച് കുപ്പികൾ ഉപേക്ഷിച്ചിട്ട് പോകുന്ന സ്ഥിതിയുമുണ്ട്. ചില സംഘടനകൾ ബോർഡ് സ്ഥാപിച്ചെങ്കിലും അതും ഇളക്കി മാറ്റി എറിഞ്ഞ സ്ഥിതിയാണ്. അധികാരികൾ ഇവിടെ വേണ്ടത്ര ശ്രദ്ധ പുലർത്തിയില്ലെങ്കിൽ വലിയ പ്രത്യാഘാതങ്ങൾ നേരിടാൻ തയ്യാറായിക്കൊള്ളൂ. ന്യൂസ് ബ്യൂറോ,
അരിക്കുഴ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. കഴിഞ്ഞ 45 വർഷമായി കൃഷി ചെയ്യുന്നതിനും വീട് വെച്ച് താമസിക്കുന്നതിനുമായി ഭൂമി ലഭിക്കുന്നതിന് വേണ്ടിയുള്ള പോരാട്ടത്തിലാണ് കേരള പട്ടികജാതി പട്ടികവർഗ കർഷക സമാജം എന്ന ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്വതന്ത്ര തൊഴിലാളി യൂണിയന്റെ നേതൃത്വത്തിൽ ഇടുക്കി ജില്ലാ സമ്മേളനം ജനുവരി 24-25 തീയതികളിൽ തൊടുപുഴയിൽ നടക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. തൊടുപുഴ ശ്രീകൃഷ്ണസ്വാമി ക്ഷേത്രത്തിലെ ഈ വർഷത്തെ ഉത്സവത്തിന് ആരംഭം കുറിച്ചുകൊണ്ട് കലണ്ടർ പ്രകാശനം ചെയ്തു. ക്ഷേത്രത്തിൽ നടന്ന ചടങ്ങിൽ ക്ഷേത്രം രക്ഷാധികാരി കെ പുഷ്പനാഗൻ കലണ്ടറിന്റെ പ്രകാശനം നിർവഹിച്ചു. ഇടുക്കി സെന്റ് മേരീസ് യാക്കോബായ സുറിയാനി പള്ളിയിൽ മൂറോൻ കുദാശയും പെരുന്നാളും 24, 25, 26 തീയതികളിൽ നടത്തും. വടപുരം ഗ്രാമപഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മുസ്ലിം ലീഗിന്റെ 2 സ്ഥാനാർത്ഥികൾക്കും വിജയം. ഇതോടെ ഈ വാർത്താ ബുള്ളറ്റിൻ സമാപിക്കുന്നു. നമസ്കാരം.